നമസ്കാരം. കാട്ടാക്കട മണ്ഡലത്തിലാണ്. അല്പസമയം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാട്ടാക്കട മണ്ഡലത്തെ ഇളക്കിമറിച്ച ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് കടന്നുപോയത്. അതിനുശേഷം അതേ വേദിയിൽ എനിക്ക് പിന്നിലായി കുറച്ച് ജെൻസി വോട്ടർമാരെ കാണാൻ കഴിയും. ഏതൊരു മണ്ഡലവും ഇപ്പോൾ മാറ്റത്തിന്റെ വക്കിലാണ് എന്ന് നമുക്കറിയാം. ഒരു മണ്ഡലം രാഷ്ട്രീയമായി മാറുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ആ മാറ്റത്തിന്റെ വക്താക്കളാണ് എനിക്ക് പിന്നിലുള്ളത്. നമുക്ക് അവരോട് സംസാരിക്കാം. നിങ്ങളെല്ലാം പുതിയ വോട്ടർമാരാണ്, ചെറുപ്പക്കാരാണ്. നിങ്ങൾ ഈ ഒരു അമിത്ഷായുടെ പരിപാടിയിലേക്ക് വോളണ്ടിയർമാരായി എത്തിയിരിക്കുകയാണ്. BJP-യിലേക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി കൃഷ്ണദാസേട്ടനിലും ആകൃഷ്ടരായിട്ടാണോ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് എല്ലാവർക്കും പുറത്തു വേണ്ട സിറ്റുവേഷനാണ്. അതായത് ജോലി തേടി പുറത്തു വേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെയും കൃഷ്ണദാസൻ്റെ നേതൃത്വത്തിൽ ഒരു വികസിത കേരളം ഈ ജെൻസി വോട്ടേഴ്സ് നമ്മൾ ഈ ജെൻസികൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ BJP-യിലോട്ടും വികസിത കേരളം വികസിത കാട്ടാക്കട എന്നൊരു ആശയത്തിലോട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ എത്തും. അങ്ങനെയാണ് ഞങ്ങളും എത്തിയത്. ഈ ഹയർ സ്റ്റഡീസ്, ഉന്നത ഉദ്യോഗം, ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. പഴയ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊന്നൊക്കെയാണ്. ഇന്ത്യയിൽ നിൽക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഇന്ത്യയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഭരണം അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ല. അവരുടെ പാർട്ടിയായിട്ട് ഒത്തൊരുമയോടെ നിൽക്കുന്നവർക്ക് മാത്രം ജോലി കൊടുത്ത് നമ്മളെ പിന്തള്ളി കൊണ്ടുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങളിൽ ശക്തമായ പ്രതിഷേധം. അതെ, നല്ല ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു BJP-യുടെ ക്യാമ്പയിനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇപ്പോൾ BJP കേരളത്തിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പേർക്ക് ജോലിയാണെങ്കിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒത്തിരി സാധ്യതകൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ ഭരണത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുവരുന്നതാണ്. അതുപോലെ നമ്മുടെ കാട്ടാക്കടയിൽ ദാസേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടാക്കട മൊത്തത്തിൽ മാറി ഇപ്പോഴത്തേതിനേക്കാൾ നല്ല വികസിതമായിട്ട് പോകും. എന്തായാലും ജെൻസി കൂട്ടായ്മയുടെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കൊപ്പം ആരുണ്ട്? ഞങ്ങളിപ്പോൾ തീർച്ചയായിട്ടും ദാസേട്ടനുണ്ട്. കാട്ടാക്കടയ്ക്ക് സ്വന്തമായിട്ട് ദാസേട്ടനുണ്ട്. ദാസേട്ടന് വേണ്ടി നിങ്ങൾക്ക് പിന്നിൽ ആരുണ്ട്? ദാസേട്ടന് വേണ്ടി മനസ്സിലായിരുന്നു കിട്ടിയോ? ഞങ്ങളുണ്ട് ദാസേട്ടന് വേണ്ടി. നമ്മളിപ്പോൾ യുവതലമുറകൾ നിങ്ങൾക്ക് വീട്ടുകാരോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. കാരണം 10 വർഷമായിട്ട് ഇവിടെയുള്ള MLA ഭാഗത്തു നിന്ന് ഇപ്പോൾ കായികപരമായിട്ടാൽ പോലും നമ്മളെപ്പോലുള്ള ജെൻസ് യുവാക്കൾക്ക് വേണ്ടി ഒരു സ്റ്റേഡിയമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ യുവാക്കൾക്ക് ഇനി മാറ്റം അനിവാര്യമാണ്, മാറണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. എങ്ങനെയാണ് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ PSC നിയമനം കൊടുത്തത് ഈ സർക്കാരാണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവർ DYFIക്കാർക്കും SFIക്കാർക്കും അവർ ഉദ്ദേശിച്ചത് കറക്റ്റാണ്. അവരുടെ പാർട്ടിക്കാർക്ക് ഏറ്റവും കൂടുതൽ PSC നിയമനം കൊടുത്ത അവരാ, അത് കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു പുതിയ ആശയത്തോട് അല്ലെങ്കിൽ വികസിത കേരളം എന്ന ആശയത്തോട് ചേർന്ന് നിന്ന് നിങ്ങൾ അതിനോട് പ്രതിഷേധിക്കുക? അതെ, ഇതിനോട് ചേർന്ന് നിന്ന് CPM-നും ഇപ്പോഴത്തെ പിണറായി വിജയനുള്ള പ്രതിഷേധമാണ്. BJP-യോടും കൃഷ്ണദാസേട്ടനോടും വികസിത കേരളത്തിനൊപ്പം നിൽക്കുന്നത് അവർക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ഈ LDF സർക്കാർ നമുക്കറിയാലോ 10 വർഷമായി. ഇനി ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കേരളം പഴയതുപോലെ UDF-ലേക്കാണ് ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? UDF ഉണ്ടായിരുന്ന സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ, അത്രമാത്രം വ്യത്യാസമുള്ളൂ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? യുവതലമുറ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കാണുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ വിശ്വാസികളാണ്. ഈ ഇൻസ്റ്റയിൽ ഇവരൊക്കെ പറയുന്ന പോലെ യുവതലമുറ വിശ്വാസത്തിനെതിരൊന്നുമല്ല, നമ്മൾ വിശ്വാസികളാണ്. ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് പൂർണ്ണമായിട്ട് നമ്മളതിനെതിരാണ്. അതായത് ഇത് കടകംപള്ളിയെ പോലുള്ള ആൾക്കാർക്ക് അതിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലത്ത് എന്തായാലും V. മുരളീധരൻ ജയിക്കും, അത് മറ്റൊരു കാര്യം. ഇവരുടെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇവർ കൃത്യമായിട്ട് പങ്കുണ്ട്. ഇവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഈ ശബരിമലയിൽ ഇവർ കൈവച്ചതാണ്. എന്തായിരുന്നാലും കേരളത്തിലെ പൊതുസമൂഹം അവർക്കിതിനെതിരെ പകരം ചോദിക്കും. ഈ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നു, അവയെ സംസ്ഥാനത്ത് നിന്ന് ഓടിക്കുന്നു, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ കേരള സർക്കാർ ഒരു വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പിന്തുണയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾക്കും വ്യവസായികൾക്കും വേണ്ടതായ ബുദ്ധിമുട്ടും എല്ലാം അനുഭവപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാർ കേരളം ഭരിച്ച് കുട്ടിച്ചോറായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാട്ടാക്കട എങ്ങനെയാണ് BJP വന്നാൽ അതിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കാട്ടാക്കട നിലവിലെ MLA 10 വർഷമായിട്ട് ഇവിടെ MLA ആയിട്ട് ഇരിപ്പുണ്ട്. നിലവിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 10 വർഷം കാട്ടാക്കട എന്നുള്ള നിയോജകമണ്ഡലം രൂപീകരണമായത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും കാട്ടാക്കട മണ്ഡലം തുടരുന്നത്. ഒരു മാറ്റങ്ങളോ ഒരു വികസനമോ ഇവിടെ നടന്നിട്ടില്ല.
അതേപോലെ ദാസേട്ടൻ പി കെ കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു പുള്ളി MLA വന്നാൽ തീർച്ചയായിട്ടും മാറും. കാട്ടാക്കടയിലെ യുവജനങ്ങൾക്ക് ഒരുപാട് സഹായമായിരിക്കും. ഈ നിങ്ങളിപ്പോൾ ഇത്രയും വലിയൊരു പരിപാടിയിൽ അത് വോളണ്ടിയറിംഗ് ആയിട്ട് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വന്നതാണ്. എങ്ങനെയാണ് പാർട്ടി സ്വീകരിച്ചത്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വലിയ ഈവെന്റിന്റെ ഭാഗമാകാൻ നിങ്ങൾ ചെയ്തത്? ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ആൾക്കാർ വരുന്ന സമയത്ത് ഓരോരുത്തരും മാറ്റി മെയിൽസ് ഒരിടത്ത് ഫീമെയിൽസ് ഒരിടത്ത് എന്ന രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുടിവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്ക് സ്നാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് നമ്മൾ കൂടുതൽ അടുത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വലിയ ചൂടാണ്, കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമാണ്. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു ഈ വലിയൊരു ജനക്കൂട്ടത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ? എല്ലാം കൂടെ 100-ന് പുറത്ത് ആൾക്കാരാണ്. കാരണം യുവമോർച്ച എന്നൊക്കെ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ദാസന്റെ കൂടെ നമ്മളെല്ലാവരും നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥ മോശമായിരുന്നു, എന്നാലും നമുക്ക് ഈ ഒരു മാറ്റം വരണം. ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്, അതായത് സമൂഹ മാധ്യമ ഇടങ്ങളിലെ പ്രചരണം, അത് നമുക്കറിയാലോ. അപ്പം അത് പൊതുവിൽ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിങ് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന, തീർച്ചയായിട്ടും അവിടെ BJP ഇവിടെ നമ്മൾ തന്നെയാണ് മുന്നിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതാണ് ജെൻസി വോട്ടേഴ്സ് ചിന്തിക്കുന്നത്. കാട്ടാക്കടയിലും മാറ്റം വരണം, മാറാത്തത് കാട്ടാക്കടയിലും മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ BJP NDA സ്ഥാനാർത്ഥിയായ PK കൃഷ്ണദാസിനൊപ്പം ചേരുകയാണ്. അവർ ഈ ഒരു വലിയ പരിപാടിയിൽ അതിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയുമാണ്. കാട്ടാക്കടയിൽ നിന്ന് ക്യാമറാമാൻ ഹരിപ്രസാദിനൊപ്പം കുമാർ സംയോഗി, തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.